എല്ലാവരെയും ജയിപ്പിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിച്ച് സംസ്ഥാനത്ത് ആദ്യമായി സബ്ജക്ട് മിനിമം നടപ്പാക്കിയ ശേഷം 8ാം ക്ലാസ് പരീക്ഷാഫലം വന്നപ്പോൾ 2 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് തോറ്റത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റത് വയനാട് ജില്ലയിൽ. തോറ്റ വിദ്യാർത്ഥികൾക്ക് പിന്തുണാ ക്ലാസ് നൽകി വീണ്ടും പരീക്ഷ നടത്തും. പരീക്ഷയാണോ എങ്കിൽ തോൽവി ഇനി നമ്മുടെ നിഘണ്ടുവിലില്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. തോറ്റാലും വീണ്ടും പഠിപ്പിച്ച് ജയിപ്പിക്കും. 3136 സ്കൂളുകളിൽ 8ാം ക്ലാസ് പരീക്ഷ നടത്തിയതിൽ 2541 സ്കൂളുകളിലെ ഫലം വന്നപ്പോൾ സംസ്ഥാനത്താകെ 2,18,748 കുട്ടികൾക്കാണ് ഇ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളത്. അതായത് തോറ്റുപോയവർ. ഏറ്റവും കൂടുതൽ വിഷയങ്ങൾക്ക് ഇ ഗ്രേഡ് ലഭിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലാണ്. ഏറ്റവും കുറവ് വിഷയങ്ങൾക്ക് ഇ ഗ്രേഡ് ലഭിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. സംസ്ഥാനത്താകെ 2,18,748 കുട്ടികൾക്കാണ് ഇ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളത്. സബ്ജക്ട് മിനിമത്തിനെയൊക്കെ എതിർക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവർ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികളുടെ സ്ഥിതി ഇതാണെന്നുള്ളത്. എന്നാൽ തോറ്റെന്ന് കരുതി മടങ്ങേണ്ട. ഓരോ വിഷയത്തിലും 30% മാർക്ക് നേടാത്ത വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 8 മുതൽ 24 വരെ അധിക ക്ലാസുകൾ നടത്തും. ഇത്തരം ക്ലാസുകൾ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ആയിരിക്കും. പുനഃപരീക്ഷ ഏപ്രിൽ 25 മുതൽ നടത്താനാണ് തീരുമാനം.